അസ്സലാമു അലൈക്കും. ഉമ്മ, എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് നിങ്ങൾ ഉപ്പാനോട് പറയും. നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ എനിക്ക് ഫാഷൻ ഡിസൈന് പഠിക്കാനുള്ള ഇഷ്ടം. നിങ്ങളൊക്കെ അതിന് സമ്മതിച്ചതല്ലേ. എന്നിട്ടിപ്പോൾ ഒരു കല്യാണക്കാരൻ കൊണ്ട് വന്നുകിട് ഇപ്പം എന്തിനാ? അടുക്കളയിൽ ഉച്ചക്കുള്ള ചോറും കറിയും വെക്കുന്ന തിരക്കിലാണ് ആജറ. അവർക്ക് പുറകെയായി കാര്യം പറഞ്ഞുകൊണ്ട് ഷാനിയും നടക്കുന്നുണ്ട്. എൻ്റെ ഷാനി, നടങ്ങ്. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാക്ക് കൊടുത്തതെന്ന്. ചെയ്യുന്ന പണിയിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർ മറുപടിയും പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാവില്ല ഉമ്മ. ഒരു വർഷത്തെ കോഴ്സല്ലേ, അത് കഴിയണ വരെയല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഡിഗ്രി കംപ്ലീറ്റ് ആകാൻ എന്തായാലും നിങ്ങൾ സമ്മതിക്കുന്നില്ല. അത് പറഞ്ഞു നിർത്തുമ്പോൾ ഷാനിയുടെ മുഖം മങ്ങിയിരുന്നു. കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന എത്ര പെൺകുട്ടികളുണ്ട് ഷാനി? നമ്മുടെ സിദ്ദീൻ്റെ പെണ്ണ് ഫസി കല്യാണം കഴിഞ്ഞല്ലേ ഓളെ ഡിഗ്രി പൂർത്തിയാക്കിയത്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആലോചന നല്ല കൂട്ടരാണെന്നാണ് ജമീലത്ത പറഞ്ഞത്. അവരനിയത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇത്രേ ചെക്കൻ്റെ വീട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവരടുത്ത കല്യാണത്തിന് പോയതല്ലേ, അവിടെ വെച്ച് എന്നെ കണ്ടിട്ട് അവിടുത്തെ ഉമ്മാക്ക് ഇഷ്ടമായിട്ടാ അങ്ങനെ ഒരു ആലോചന വന്നത്. 2 നില വീടും ബേക്കും കാറും ഒക്കെ ഉണ്ടെന്ന്. നടുവട്ടത്ത് സെൻറ്ററിൽ തന്നെയാ അവർ സൂപ്പർ മാർക്കറ്റ്, നല്ല കച്ചവടമൊക്കെയുള്ള കടയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നുമോള് അതിന് തടസ്സമൊന്നും പറയല്ലേ. ഓരിക്കിപ്പോൾ കല്യാണം വേണമെന്നുണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പിന്നെ ഉപ്പാക്ക് അടുത്ത മാസം ലീവ് കിട്ടുമല്ലോ, അത് കഴിഞ്ഞ് പോയാൽ പിന്നെ വരണമെങ്കിൽ 1.5 കൊല്ലെങ്കിലും ആവൂലേ. ഇതാവുമ്പോൾ ഉപ്പാക്കും കൂടാൻ സൗകര്യമുള്ള സമയമാണ്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഷെയ്മാക്കും കല്യാണപ്രായമാവൂലേ. അന്നെ കെട്ടിച്ചു വിട്ടാൽ അതിൻ്റെ കടങ്ങളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും ഷെയ്മാൻ്റെ കാര്യം നോക്കാനാവും. ഇതിപ്പോൾ നടന്നാലല്ലേ ഉപ്പാക്ക് അതിനുള്ള സാവകാശം കിട്ടുള്ളൂ. അതുമാത്രമല്ല ഇപ്പോൾ ഉപ്പാക്ക് 3 പഠിപ്പിന് തന്നെ ഒരു സംഖ്യ വരുന്നുണ്ട്. പാവം, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ പഠിപ്പിച്ചോളും. ഉപ്പാക്ക് അത്രയും ചിലവ് കുറയല്ലേ മോളെ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഹാജറ ഷാനിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഉമ്മ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്ന് അവളുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങി. അല്ലെങ്കിലും ഉപ്പയുടെ കഷ്ടപ്പാട് അറിയുന്ന മോൾക്ക് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതേ ഇഷ്ടമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പൈസ ചോദിച്ച് വാങ്ങിക്കാറുമില്ല. ഉമ്മ പറയുന്നത് പോലെ എൻ്റെ ചിലവ് കുറഞ്ഞ എൻ്റെ ഉപ്പാക്ക് അത്രയും കുറച്ച് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. അവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞോട്ടെ, വാക്ക് പറഞ്ഞതല്ലേ, മുടക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചാലും വേറെ നോക്കും. ഇതാകുമ്പോൾ അറിയുന്ന കൂട്ടതല്ലേ മോളെ. ഉമ്മ പറയുന്നത് കേട്ട് ചിന്തകളിൽ നിന്ന് ഷാനി സമ്മതമായെന്ന് മൂടിക്കൊണ്ട് തിരിഞ്ഞു നടന്നപ്പോൾ ആജറാക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ അപ്പോൾ തന്നെ ഫോണെടുത്ത് ഷംസുക്ക എന്ന് സേവ് ചെയ്ത തൻ്റെ ഭർത്താവിൻ്റെ നമ്പറിലേക്ക് ഷാനിമോൾ കല്യാണത്തിന് സമ്മതിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. ഷംസുദ്ദീനും ആജറാക്കും 3 മക്കളാണ്. മൂത്തവൾ ഷാനിബ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. രണ്ടാമത്തേത് ഷാഫി +2-ലും, താഴെ ഷെയ്മ 10-ലുമാണ്. അല്ല ഷാനി, എന്നിട്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചോ? കോളേജിലേക്ക് പോകാൻ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയാണ് ഷാനിയുടെ ഉറ്റ സുഹൃത്ത് ഇമ ചോദിച്ചത്. അല്ലാതെ എന്താ ചെയ്യുക ഇമ, എന്തായാലും അവരെൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തും. ഇതല്ലെങ്കിൽ വേറെ സമ്മതിക്കല്ലാണ്ട് നിവർത്തിയില്ല. പിന്നെ ഉമ്മ പറഞ്ഞ പോലെ എൻ്റെ ഒപ്പച്ചിൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ ഇതന്നെ നല്ലത്. പാവം കുറേ ആയില്ലേ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഞങ്ങൾ 2 പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ എൻ്റെ ഉപ്പാക്ക് നാട്ടിൽ വന്ന് നിൽക്കാതോ. ഓരോ പ്രദേശങ്ങളോടെ സംസാരിക്കുന്നവളെ കണ്ടപ്പോൾ ഹിമക്ക് പാവം തോന്നി. അല്ല ഷാനി, അപ്പം എൻ്റെ സ്വപ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഫാഷൻ ഡിസൈനിങ് പഠിക്കണം, എന്നിട്ടൊരു ഷോപ്പൊക്കെ തുടങ്ങി വലിയൊരു പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനർ ആവണം, കേരളത്തിൽ തന്നെ മുൻനിരയിൽ വരണം, അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു നിനക്ക്? ആ, അതൊന്നും ഞാൻ മറക്കില്ലടി. ഉമ്മ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. എന്നിട്ട് എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മൂത്താപ്പാടെ മോൻ സിദ്ദിഖാടെ കാര്യം? ഇക്കാൻ്റെ വൈഫ് ഫസി ബാബി ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. അവരെ കല്യാണം കഴിയുമ്പോൾ ബാബി ഡിഗ്രി സെക്കൻഡ് ആയിരുന്നു. ബാക്കി പഠിപ്പിച്ചതൊക്കെ സിദ്ദിഖയാ. മൂത്താപ്പയും മൂത്തമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എനിക്കും അതുപോലെയൊക്കെ ആയാൽ ഞാൻ രക്ഷപ്പെട്ടടി. അവർ അങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയില്ലല്ലോ. ഈമ ഉള്ളിലെ സംശയം തുറന്നു ചോദിച്ചു. നല്ല കൂട്ടരാണെന്നാ ജമീലത്ത പറഞ്ഞതെന്ന് ഉമ്മ പറഞ്ഞു. ഞങ്ങൾ തൊട്ട വീട്ടിലെ ജമീലത്താത്തയില്ലേ, അവരനിത്യയുടെ വീടിൻ്റെ അടുത്താണ് ഇത്രേ വീട്.
പിന്നെ മൂത്താപ്പാരൊക്കെ അന്വേഷിച്ചിക്കണേ, എല്ലാവരും നല്ലതാ പറഞ്ഞത്. ആ, അപ്പം ഏകദേശം ഉറച്ച പോലെയാണല്ലേ ഷാനി? ആ അതെ, ഇനിയൊരു പെണ്ണ് കാണൽ ചടങ്ങിലൂടെ നിശ്ചയം ഉറപ്പിക്കും. വാക്ക് പറഞ്ഞു വെച്ചതല്ലേ. ഇനി നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കോളേജിലേക്ക് പോവേണ്ടി വരുമല്ലോ. അത് പറയുമ്പോൾ ഹിമയിൽ നിരാശയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ കല്യാണം കഴിഞ്ഞാലേ അവിടെ അടുത്ത് നിനക്ക് പറ്റിയ വല്ല ചെക്കന്മാരുമുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ച് പറയാം. അപ്പോൾ നീ അങ്ങോട്ട് കെട്ടിപ്പോരെ. അപ്പോൾ പിന്നെ നമുക്ക് അവിടുന്ന് ഒരുമിച്ച് പോകാമല്ലോ. ഹിമയെ കളിയാക്കിക്കൊണ്ട് ഷാനി ഒരു ചിരിയോടെ പറഞ്ഞു. ഓ പിന്നെ അയ്യടി, അതൊന്നും വേണ്ട മോളെ. ഞാനേ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് കെട്ടുള്ളൂ എന്ന് തീരുമാനിച്ച് വെച്ചതാ. ഇനി എനിക്ക് നേരത്തെ കെട്ടാൻ തോന്നിയാലും എൻ്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കുകയില്ല. ഹിമ അത് പറഞ്ഞ് ചിരിച്ചപ്പോൾ ഷാനിയും കൂടെ ചിരിച്ചു. പരസ്പരം സംസാരിച്ചു കൊണ്ട് രണ്ടുപേരും ബസ് സ്റ്റോപ്പിലെത്തി. ഷാനിയുടെ ചെറുപ്പത്തിലേയുള്ള കൂട്ടാണ് ഹിമ. ഷാനിയുടെ വീട് കഴിഞ്ഞ് 4-5 വീടപ്പുറമാണ് ഹിമയുടെ വീട്. ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് 10 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തും. രണ്ടാളും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിലാണ്. പോക്കും വരവുമൊക്കെ ഒരുമിച്ചാണ്. ഹിമയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയും മാത്രമാണുള്ളത്. അമ്മയും അച്ഛനും കൂലിപ്പണിക്കാരാണ്. അനിയത്തി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വന്നിറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയായി കാത്തു നിൽക്കുന്ന ഷാഫിയെ കണ്ട് ഷാനിയുടെ മുഖം സംശയത്തിൽ ചുളുങ്ങി. എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് നേരത്തെ വീട്ടിലെത്തേണ്ടി വരുമ്പോഴൊക്കെയാണ് അവൻ വരികയുള്ളൂ. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ അവനെ ബൈക്കിൽ ഉമ്മ വിടില്ലെന്ന് അവൾക്കറിയാം. ഷാനി, നിന്നെ കൊണ്ടുപോകാനാണെന്നാണ് തോന്നുന്നു നിന്റെ ഷാഫി വന്നിരിക്കുന്നത്. ഹിമ അത് പറയുമ്പോൾ ഷാനി ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇജി നടന്നു വരുമ്പോഴേക്കും നേരം വൈകിയാലോ എന്ന് കരുതി ബസ്സിറങ്ങിയാൽ വണ്ടിയുമ്മ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ ഉമ്മ എന്നെ. വേഗം കയറിക്കോ. അതും പറഞ്ഞുകൊണ്ട് ഷാഫി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷാനി അവന് പുറകിലായി കയറി. ഒപ്പം ഹിമയെയും കയറ്റി. എന്താടാ കാര്യം? വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഷാനി ചോദിച്ചു. അത് ആൾക്കാർ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഷാഫി പറഞ്ഞത് കേട്ടപ്പോൾ ഷാനിയിലുണ്ടായിരുന്ന അതേ നെട്ടലായിരുന്നു ഹിമയിലും. ഹിമയുടെ വീടിൻ്റെ അവിടെ വണ്ടി നിർത്തിയതും അവൾ അവിടെ ഇറങ്ങി. ഷാനിക്കൊരു ആൾ ദ ബെസ്റ്റും പറഞ്ഞ് കൈവീശി കാണിച്ചപ്പോൾ തെളിച്ചമില്ലാത്തൊരു മുഖത്തോടെ ഷാനി തിരികെ അവൾക്കും കൈവീശി കാണിച്ചു. വിവാഹത്തിന് സമ്മതിച്ചെങ്കിൽ കൂടെയും ഇത്രയും വേഗമൊരു നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കൊണ്ടു നിർത്തിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ കണ്ടു മൂത്താപ്പാര് രണ്ടാളും ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നത്. വേഗം പോയി റെഡിയാവാൻ നോക്കിൻ്റെ കുട്ടിയെ, അവർ 5 മണിയാകുമ്പോഴേക്കും എത്തുമെന്നാണ് പറഞ്ഞത്. അകത്തേക്ക് കയറാൻ ചെരുപ്പ് വയ്ക്കുമ്പോൾ വലിയ മൂത്താപ്പ ഖാലിദ് പറഞ്ഞത് കേട്ട് ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവൾ തലയാട്ടി. ശേഷം അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അടുക്കളയിൽ നിന്നുള്ള സ്ത്രീ ശബ്ദങ്ങളൊക്കെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. മൂത്തമ്മമാരും ജമീലത്തെയും ആണെന്ന് ശബ്ദത്തിലൂടെ അവൾ തിരിച്ചറിഞ്ഞു. ഷംസുദ്ദീന് 2 ഏട്ടന്മാരും ഒരു അരിയത്തിയുമാണ്. മൂത്തയാളാണ് ഖാലിദ്, ഭാര്യ ഫാത്തിമ. അവർക്ക് 3 മക്കൾ, ഒരു പെണ്ണും 2 ആണും. 3 ആളും വിവാഹിതരാണ്. രണ്ടാമത്തേത് ജാഫർ, ഭാര്യ ഹസീന. അവർക്ക് 2 പെണ്ണും 1 ആണുമാണ് ഉള്ളത്. മൂത്ത 2 ആളുടെയും വിവാഹം കഴിഞ്ഞു. താഴെയുള്ളവൾ ഷാഫിയുടെ സമപ്രായമാണ്. പെങ്ങൾ ആയിഷ, ഭർത്താവ് നാസർ. അവർക്ക് ഒരു പെണ്ണും 2 ആൺമക്കളുമാണ്. 3 ആളും വിവാഹം കഴിഞ്ഞവരാണ്. ഷംസുദ്ദീൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചിട്ട് വർഷങ്ങളായി. ഷാനി ബാഗ് മുറിയിലേക്ക് വെച്ച് അടുക്കളയിലേക്ക് ചെന്നു. ദേ, ഷാനിമോൾ വന്നല്ലോ. വാതിൽക്കൽ നിൽക്കുന്ന ഷാനിയെ കണ്ട് ജമീലത്തെ പറഞ്ഞപ്പോഴാണ് ഹാജറയുടെയും ഫാത്തിമയുടെയും അസീനയുടെയൊക്കെ ശ്രദ്ധ അവൾക്ക് നേരെയായത്. മോളെ, വേഗം ചെന്ന് കുളിച്ചിട്ട് വാ. ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയാൽ മതി. വേഗം ചെല്ല്. അടുക്കളയിലെ തിരക്കിട്ട പണിയിൽക്കിടയിലൂടെ ഉമ്മ ഹാജറ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഷാനി തിരിഞ്ഞു നടന്നു. ചെക്കന് ഇഷ്ടപ്പെട്ട ഇന്നെ നിശ്ചയം ഉറപ്പിക്കുന്നു തോന്നുന്നു അല്ലേ ഹാജറ? അറിയില്ല ഇത്ത. അവനെന്താ പറയുന്നതെങ്കിൽ ഷംസുക്കാക്ക് വിളിക്കാൻ ഖാലിദിക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നാലേ ആദ്യം ജ്യൂസ് കൊടുക്കാം, പിന്നെ ചായ കൊടുത്താൽ മതിയില്ലേ? അങ്ങനെ മതി. ജമീലത്ത, നിങ്ങൾ അനിയത്തി റാബ്യാത്തയും അവരോടൊപ്പം ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാജറ അവരോട് വരാൻ. അല്ല, വഴിയറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഷാഫിനെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് വിടാം. റാബിയത്തുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവളുണ്ടാവും ഹാജറ. ഇല്ലെങ്കിൽ പറയൂലേ, അപ്പോൾ നോക്കാം. നിങ്ങളിതൊന്ന് നോക്ക്. ഞാൻ ഷാനിക്കേ, നിങ്ങളിതൊന്ന് നോക്കി.
ഞാൻ ഷാനിക്ക് മാറാനുള്ളതൊക്കെ എടുത്തു കൊടുക്കട്ടെ. ഹാജറ ഫാത്തിമയോടായി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഷാനി, എൻ്റെ കുളി കഴിഞ്ഞാ? ഒരു ചെറിയ ബോക്സുമായി റൂമിലേക്ക് വന്നുകൊണ്ട് ഉമ്മ ചോദിച്ചപ്പോൾ ഷാനു ബാത്റൂമിൽ നിന്നിറങ്ങി. ഇതാ ഈ കഴിച്ചും കയ്യിലിട്ടോ, ഏതും കെട്ടിക്കോ. ഗോൾഡിൻ്റെ നൂല് പോലുള്ളൊരു മാലയും ചെറിയൊരു കൈച്ചേനും അവളുടെ കയ്യിലായി കൊടുത്തുകൊണ്ടവർ പറഞ്ഞു. എന്താ അമ്മ അവർ ഇത്ര വേഗം വരുന്നത്? ഉള്ളിൽ നിറഞ്ഞ ടെൻഷനോടെ ഷാനി ഉമ്മയോടായി ചോദിച്ചു. മൂത്താപ്പ നമുക്ക് സമ്മതമാണെന്നവരെ അറിയിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചതാ ഇന്ന് കാണാൻ വന്നോട്ടെ എന്ന്. മൂത്താപ്പ അപ്പം തന്നെ സമ്മതം പറഞ്ഞു. ചെക്കനും ചെക്കൻ്റെ ഉമ്മയും മാപ്പയും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ പെരുന്നാളിനെടുത്ത ആ മുന്തിരിക്കള ചുരിദാറില്ലേ, അതിട്ടാ മതിയിട്ടാ. വേഗം വാ, ഞാൻ ആദ്യം എന്തെങ്കിലും തിന്നാൻ തരാം, എന്നിട്ട് മാറ്റിയാൽ മതി. ഗോൾഡിടാൻ അവളെ സഹായിക്കുന്നതിനോടൊപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഉമ്മ അടുക്കളയിലേക്ക് തന്നെ നടന്നു. താത്ത, അന്നി പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ഷാഫിക്ക് പറഞ്ഞല്ലോ, ശരിയാണോ? സ്കൂൾ വിട്ട് വന്ന അനിയത്തി ഷേമ അകത്തേക്ക് കയറിയപ്പോൾ ഹാളിൽ നിൽക്കുന്ന ഷാനിയെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് പതിയെ ചോദിച്ചു. നീ പോയി മേല് കൈകിട്ട് വാ, നമുക്ക് ചായ കുടിക്കാം ഷേമ. ഇതാ ഷാനി ചായ. ആ ഷേമ, ഈ വന്നോ, കുളിച്ചിട്ട് പോരെ, എന്നിട്ട് ചായ കുടിക്കാം. ഷാനിക്കുള്ള ചായ മേശയിലേക്ക് കൊടുന്നു വെക്കുന്നതിനിടയിൽ ഷേമയെ കണ്ടപ്പോൾ ഉമ്മ അവളോടായി പറഞ്ഞു. ഉമ്മ, ഞാൻ പുതിയ ഡ്രസ്സ് ഇടണോ? എന്തിന് ഷേമ? അതിന് അന്നല്ലല്ലോ കാണാൻ വരുന്നത്, താത്താനല്ലേ. ഇപ്പോൾ തൽക്കാലം കുറച്ച് വൃത്തിയുള്ളത് എന്തെങ്കിലും എടുത്തിട്ടോ. ഉമ്മ അതും പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ഷേമ തുള്ളിച്ചാടിക്കൊണ്ട് റൂമിലേക്ക് പോയി. ഷാനി അവൾക്ക് കൊടുന്നു വെച്ച ചായ എടുത്ത് കുടിച്ചു. ഹാജറ, ദാ ഒരു വന്നുട്ടാ. ഉമ്മറത്ത് നിന്നും മൂത്താപ്പ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞത് റൂമിലായിരുന്ന ഷാനിയും ഷേമയും കേട്ടിരുന്നു. ഞാൻ ചെക്കനെ പോയി നോക്കട്ടെ താത്ത. അതും പറഞ്ഞുകൊണ്ട് അവൾ ഹാളിലേക്ക് ഓടി. ഷാനിയുടെ കൈകാലുകളൊക്കെ വിറക്കാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത പരിവേഷമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു കർച്ചീഫെടുത്ത് അവൾ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റി. കൈകൾ ഞെരടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഷേമ അങ്ങോട്ട് പാഞ്ഞു വന്നത്. അവൾക്കൊപ്പം മൂത്താപ്പയുടെ മകൾ ജസീമുണ്ടായിരുന്നു. താത്ത, ഞങ്ങൾ ഹാളിലെ ജനലിലൂടെ കണ്ടു. ഒരകത്തേക്ക് കയറുമ്പോഴേ ഇങ്ങോട്ട് ഓടിപ്പോന്നു. ചെക്കൻ കൊള്ളാൻ താത്ത, എനിക്ക് നല്ല മേച്ചാവും, ഷേമ കിതപ്പടിക്കൊണ്ട് പറഞ്ഞു. ഈ എപ്പോഴാണ് വന്നത് ജെസ്സിയെ? ഷാനി ജെസ്സിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അവരെ വണ്ടി വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പിന്നാമ്പുറത്തൂടെ വന്ന് അടുക്കള വഴി കയറി. നോക്കുമ്പോൾ ഈ കുരിപ്പ് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. കൂടെ പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവള് പറഞ്ഞ പോലെ ചെക്കൻ നല്ല ചുള്ളനാ. അവസാന വാചകം കള്ളച്ചിരിയോടെയാണ് ജെസ്സി പറഞ്ഞത്. എന്നാൽ ഷാനിക്ക് ആദ്യമായി ഒരു പെണ്ണ് കാണലിൽ നിന്ന് കൊടുക്കുന്നതിൻ്റെ ടെൻഷനായിരുന്നു മനസ്സിൽ നിറയെ. ഇവളുടെ കൈയൊക്കെ തണുത്തിരിക്കുന്നു. നീ എന്തിനാ ഷാനി ഇങ്ങനെ പേടിക്കണേ? എൻ്റെ ജെസ്സി, എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അറിയാതെ. പിന്നെ ഞാനൊക്കെ നല്ല കൂളായി പോയി നിന്ന് ചെക്കനോട് അങ്ങോട്ട് പേടി ചോദിക്കും. ഞാനും അതെ. ഈ താത്താക്കല്ലെങ്കിലും കുറച്ച് പേടി കൂടുതലാ. ക്ഷേമയാണത് പറഞ്ഞത്. നിങ്ങൾ രണ്ടും ഒന്ന് മിണ്ടാതിരുന്നേ. മനുഷ്യനല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീഴ് എന്ന പോലെ നിൽക്കുന്നേ. എടി, നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. എങ്ങോട്ടും പോവല്ലേ. ഓരി വിളിച്ചാൽ എൻ്റെ ഒപ്പം വരണേ. ഇനി ഞാനെങ്ങാനും എൻ്റെ കൂടെ വന്ന് ചെക്കന് എന്നെ പറ്റിയില്ല, എന്നെ ഇഷ്ടമെന്ന് എങ്ങാനും പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ജെസ്സി വലിയ സംഭവം പോലെ പറഞ്ഞപ്പോൾ ഷേമയും ഷാനിയും പരസ്പരം മുഖത്തേക്ക് നോക്കി ചിരിച്ചുപോയി. അങ്ങനെ എങ്ങനെ പറയുകയാണെങ്കിൽ ഇജ്ജ് അയാളെ കെട്ടിക്കോടെ, ഞാൻ രക്ഷപ്പെടൂലേ. അതേ ചിരിയോടെ തന്നെയാണ് ഷാനിയത് പറഞ്ഞത്. എൻ്റെ താത്ത, എനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഇവൾ പറയണ പോലെ എന്നെ വേണ്ട, ഇവളെ മതി എന്ന് പറയാൻ ആ ചെക്കനെ വല്ല കണ്ണുപൊട്ടനാവേണ്ടി വരും. ഷേമ ജെസ്സിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്താടെ ഒരു കുറവേ? എനിക്ക് കുറവൊന്നുമില്ല, പക്ഷെ എൻ്റെ ഷാനി താത്തയുടെ കൂടെ നിന്നാലേ കുറവ് തന്നെയാണ്. എൻ്റെ താത്ത സുന്ദരിയില്ലേടി? ഷേമ ലാസ്റ്റ് ഷാനിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ജെസ്സി അവളെ കൊഞ്ഞനും കുത്തി കാണിച്ചു. ഷേമയുടെയും ജെസ്സിയുടെയും സംസാരം കേട്ട് അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ മറന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഷാനി. തറവാട്ടിൽ എനിക്ക് കെട്ടിക്കാനായി ഈ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ 3ആളും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. ജെസ്സിയും ഷേമയും നേരിൽ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്നത് പതിവാണ്. അവസാനം ഷാനി ഇടപെട്ടാണ് രണ്ടിനെയും ഒതുക്കുന്നത്. ഷാനി മോളെ, ഇങ്ങോട്ട് വാ. ഹാജറവെന്ന് വിളിച്ചപ്പോൾ ഷാനിയിൽ വീണ്ടും ഭയം നിറഞ്ഞു.
അവൾ നിന്ന് വിറക്കാൻ തുടങ്ങിയിരുന്നു. ഹാളിലേക്ക് വരാൻ പറഞ്ഞതും ഷാനി ജെസ്സിയും ഷെയ്മയും കൂടെ കൂട്ടി ഏറെ ഹൃദയമിടിപ്പോടെ ഹാളിലേക്ക് ചെന്നു. ഹാളിൽ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. അവർക്കൊപ്പം റാബിയാത്താനെ ഷാനി തിരിച്ചറിഞ്ഞു. കൂടെ വേറെ ഒരു സ്ത്രീയുണ്ട്. അത് ചെക്കിൻ്റെ ഉമ്മയാവുമെന്ന് അവർ ഊഹിച്ചു. വാ മോളെ, ഇങ്ങോട്ട് വാ. ആ സ്ത്രീ ഷാനിയെ കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ച് ഹാളിൽ ആണുങ്ങൾ ഇരിക്കുന്നിടത്തായി അവർക്ക് കാണാൻ പാകത്തിന് നിർത്തി. അതാ ഞങ്ങളുടെ മോന് സമതെ. അവർ ചെക്കനെ കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് നിന്നിരുന്നു. എന്നാൽ ഷാനി എങ്ങോട്ട് നോക്കാനാവാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. എന്താ പേര്? സമതെ ഷാനിയോടായി ചോദിച്ചു. ഷാനിബ. ഡിഗ്രിക്കല്ലേ പഠിക്കണത്? ഏത് കോളേജിലാ? അതെ, ലിറ്റിൽ ഫ്ലവർ, ഗുരുവായൂർ, ബികോം ഫസ്റ്റ് ഇയർ. അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ച് കൊണ്ടിരുന്നതെങ്കിലും ഇടയ്ക്കൊരു നോട്ടം മാത്രം നൽകിയാണ് ഷാനി മറുപടി പറഞ്ഞത്. ചെക്കനെ ശരിക്കും നോക്കിക്കോ മോളെ, ഇനി കണ്ടില്ല എന്നൊന്നും പറയരുത്. ജാഫർ മൂത്താപ്പ തമാശ പോലെ പറയുന്നത് കേട്ടപ്പോൾ ഹാളിലൊരു കൂട്ടച്ചിരി മുഴങ്ങി. ഷാനിക്ക് ഹാർട്ട് ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലാണ്. അത്രത്തോളം അവളുടെ ഉള്ളിൽ ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നു. മോള് വാ. സമതിൻ്റെ ഉമ്മ അവളെ വിളിച്ചുകൊണ്ട് ഹാളിൽ നിന്ന് നീങ്ങിയപ്പോൾ ആണുങ്ങൾ വീണ്ടും ചർച്ചകളിൽ മുഴുകി. ഷാനിക്ക് ആ സമയം അവിടെ നിന്നും രക്ഷപ്പെടുത്തിയതിന് അവരോട് നന്ദി പറയാൻ തോന്നി. ഷാനിയുമായി അവർ റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ കണ്ണുകൾ കൊണ്ട് ജെസ്സിയും ഷെമയെയും കൂടെ വിളിച്ചു. അവർ അവൾക്കൊപ്പം നടന്നു. എൻ്റെ പേര് സെക്കീന എന്നാണ്. സമതിൻ്റെ ഉമ്മയാണ് ഞാൻ. സമതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഉപ്പ അനീഫ. എനിക്ക് 3 മക്കളാണ്. മൂത്തത് 2 പെണ്ണ. അവരൊക്കെ കെട്ടിച്ച് വിട്ടില്ല. താഴെയാണ് സമത്. പെൺകുട്ടികളൊക്കെ ഞങ്ങൾ വന്ന് കണ്ടതിന് ശേഷം വരാമെന്ന് പറഞ്ഞതാ കൂടെ കൊണ്ടുവരാതെ ഇരുന്നത്. എല്ലാവരെയും വിശദമായി പരിചയപ്പെടാട്ടാ. അവർ ഷാനിയോട് വാത്തോരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഷാനി അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല വില കൂടിയ പട്ടുസാരിയൊക്കെ ചുറ്റി അത്യാവശ്യത്തിന് ആഭരണങ്ങളും ധരിച്ച് വെളുത്ത് നല്ല സൗന്ദര്യമുള്ള സ്ത്രീ. അവരുടെ വേഷത്തിൽ തന്നെ ഒരു ആഡംബര ലുക്ക് ഉണ്ട്. എന്നാൽ സംസാരം നല്ല സ്നേഹത്തോടെയാണ്. പൈസ ഉണ്ടെന്നതിൻ്റെ അഹങ്കാരമൊന്നുമില്ലാതെ എല്ലാവരോടും നന്നായി ഇടപഴകുന്നുണ്ട്. ഷാനിക്ക് അതൊക്കെ ചിന്തിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടി. അവർ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാനി അതിനൊക്കെ ഒറ്റ വാക്കിൽ മറുപടിയും കൊടുത്തു. ഷെയ്മയും ജെസ്സിയും ഒക്കെ ഇടയ്ക്ക് ഓരോന്ന് വായിട്ടടിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് അവർ ചിരിക്കുന്നുമുണ്ട്. കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ചായ കൂടി കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹാജറ പറഞ്ഞതനുസരിച്ച് ഷാനിയും അവർക്കൊപ്പം നടന്നു. ഷാനി, ആ ഇക്കാക്ക നിന്നെ നോക്കുന്നുണ്ടടി, ഒരു ടാറ്റ കൊടുക്കടി. സെക്കീന ഷാനിയുടെ കൈകളിൽ പിടിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറക്കുമ്പോൾ ജെസ്സി ഷാനിയുടെ കാതിൽ രഹസ്യം പോലെ പറഞ്ഞു. അവൾ ജെസ്സിയുടെ വയറ്റിനൊരു കുത്തി വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ സമത അവൾക്കൊരു ചെറിയ ചിരി നൽകി. ഷാനി പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. എന്താ, ഞാൻ പറഞ്ഞത് സത്യല്ലേ? ആള് നോക്കി ചിരിച്ചത് കണ്ട? അതിനെന്തിനാണ് എൻ്റെ വയറിനെ കുത്തിയത്? അനക്കുള്ളതേ ഞാൻ അവരെ പോയിട്ട് തരാട്ടോ. ഷാനി അവർ പോകുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളോട് പതിയെ പറഞ്ഞു. കാറിൽ ഇരുന്ന് കൈവീശി കാണിക്കുന്ന സെക്കീനക്ക് തിരിച്ച് കൈ കാണിക്കുന്നുണ്ടെങ്കിലും ജെസ്സി പറഞ്ഞത് കേട്ടുള്ള ചിരിയിലായിരുന്നു ഷാനി. എന്തായാലും നമ്മളെ ഷാനിമോക്കുള്ള ഭാഗ്യമാണ് ഈ ആലോചന. എന്തല്ല ആൾക്കാരാ. ചെക്കൻ്റെ ഉമ്മാനെ കണ്ട പൈസ ഉണ്ടെന്നുള്ള നെകളിപ്പൊന്നും ഇല്ല. എല്ലാവരോടും എന്ത് സ്നേഹത്തിലാണ് പെരുമാറുന്നത്. ചെക്കൻ വീട്ടുകാർ പോയതും അടുക്കളയിൽ നിന്നും വാത്തോരാതെ പറയുകയാണ് ഹസീന. ഹാജറയും ഫാത്തിമയും കൂടി പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹസീനയും ജമീലത്തെയും എല്ലാം ഒതുക്കി വെക്കുകയാണ്. ജെസ്സിയും ഷെമയും അവർക്ക് കൊടുത്ത പലഹാരങ്ങളിൽ ബാക്കി വന്നത് എടുത്തു കഴിക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്ക് ഷാനിയുടെ വയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞത് ശരിയാ. അവരെ കയ്യിലും കയറ്റിലൊക്കെ കിടക്കുന്ന കണ്ട ആ മാലന്നെ 6 പവൻ കാണും. വളയൊക്കെ ഈ കന. റാബിയ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രക്കൊന്നും വിചാരിച്ചില്ല. ഇനി ചെക്കനെന്താ പറയാവോ? ഇഷ്ടപ്പെട്ട ആവാം. ചെക്കനും കൂടി ഇഷ്ടപ്പെട്ട മതിയായിരുന്നു. പിന്നെ ഒന്നും നോക്കാനില്ല. വേഗം ഇതങ്ങോട്ട് നടത്താം. വല്ലാണ്ട് ആഗ്രഹിക്കൊന്നും വേണ്ട. അവർ പറ്റിയെന്ന് പറയട്ടെ. അവരെപ്പോലെയുള്ള വലിയ ആൾക്കാർക്ക് ഈ ചെറിയ വീടൊക്കെ പറ്റുമെന്ന് സംശയമാണ്. ചെക്കനും കാണാൻ തരക്കേടില്ലല്ലോ. ഫാത്തിമയായിരുന്നു പറഞ്ഞത്. അത്യാവശ്യം കുശുമ്പ് നിറഞ്ഞ സ്വഭാവമായിരുന്നു അവരുടേത്. തങ്ങളെക്കാൾ മുന്തിയത് മറ്റുള്ളവർക്ക് കിട്ടരുതെന്ന് ചിന്തിക്കുന്ന അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഹാജറ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമേ ഇല്ല എന്ന പോലെ തീറ്റയിൽ മാത്രം നോക്കിയിരിക്കുകയാണ് മറ്റു 3 എണ്ണം. നമുക്ക് ഇറങ്ങാൻ പാത്തോ. മൂത്താപ്പ ഖാലിദ് അടുക്കളയിൽ നിന്നും
വിളിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഇത് കഴിഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഫാത്തിമ അവസാന പാത്രവും കഴുകിയെടുത്ത് കൈ ഷാളിൻ്റെ അറ്റത്ത് തുടച്ചുകൊണ്ട് ആ ഷാൾ തലയിലേക്ക് നേരെ ഇട്ടുകൊണ്ട് യാത്ര പറഞ്ഞു. ഞങ്ങളുണ്ടിത്താ, ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ പോട്ടെ ഹാജറ. ജമീലത്ത, ജെസിയെ പോരെ, ഇനി പിന്നെ വരാം. ഫാത്തിമയ്ക്ക് പിന്നാലെ ഹസീനയും പുറപ്പെട്ടു. ഇത്താക്ക് കുറച്ച് കഴിഞ്ഞാൽ പോരെ, വല്യത്താക്ക് ആടിനെയും കോയിനെയൊക്കെ നോക്കാനുള്ളതുകൊണ്ടല്ലേ? അതേ ഉമ്മ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. അതേ മുത്തമ്മ, കുറച്ച് കഴിഞ്ഞ് പോവാം. ഹസീന പോകാൻ പുറപ്പെട്ടതും ഹാജറ നിൽക്കാൻ പറഞ്ഞപ്പോൾ ജെസിയും ഷാനിയും ഷേമയും ഒക്കെ അതേറ്റു പിടിച്ചു. എന്നാൽ ഞാൻ ജാഫർക്കാരോട് പള്ളിയിൽ പോയി വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയാം, അപ്പോൾ ഒരുമിച്ച് പോകാലോ. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഹസീന അതും പറഞ്ഞ് ഉമ്രത്തേക്ക് പോയി. ആ ഹാജറ, ഷംസി വിളിക്കുമ്പോൾ ഇക്കൊന്ന് വിളിക്കാൻ പറയും. പിന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ ഞാൻ എനിക്ക് വിളിക്കണ്ട്. ഇനി ചെക്കൻ്റെ പെങ്ങന്മാരൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞേനു. ഖാലിദ് അതും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നപ്പോൾ എല്ലാവരും അവർക്ക് പുറകെ അങ്ങോട്ട് ചെന്നു. ഖാലിദും ഫാത്തിമയും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു പോയപ്പോൾ അവർക്ക് പിറകെ ജാഫറും ഇറങ്ങിയിരുന്നു. ഇജ് എവിടെ പോയതാ എൻ്റെ ഷാഫി? ഒരു പോയപ്പോൾ കാണാതെ ഏതാണല്ലോ എന്നെ. ബൈക്ക് എടുത്താൽ പിന്നെ എനിക്ക് കറക്കം കൂടും. അകത്തേക്ക് കടക്കാൻ നിൽക്കെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഷാഫിയെ കണ്ടത്. അപ്പോൾ തന്നെ ഹാജറയുടെ ശകാരവും തുടങ്ങി. ഉമ്മയും മോനെയും അവരെ വഴിക്ക് വിട്ടുകൊണ്ട് ബാക്കിയുള്ളവർ അകത്തേക്ക് പോയി. ഞാൻ ആ നജീബ് വിളിച്ചിട്ട് പോയതാ ഉമ്മ. എന്തായി? അവർ വിളിച്ചോ? ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. അവരിപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ, സമയമാകുമ്പോൾ വിളിച്ചോളും. എനിക്ക് ചായ വേണമെങ്കിൽ വാ, അത് വന്ന് കുടിച്ചിട്ട് പള്ളിയിൽ പോകാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് ഹാജർ അകത്തേക്ക് പോയപ്പോൾ പുറകെ ഷാഫിയും കയറി. തറവാട് സ്ഥലത്താണ് ഷംസ് വീട് വെച്ചത്. 10 സെൻറ്റ് സ്ഥലത്ത് ഒറ്റനില വാർപ്പാണ്. ഖാലിദും ജാഫറും കുറച്ച് അപ്പുറം മാറിയിട്ടാണ് താമസം. 3 വീടുകളും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. എന്നാലും എൻ്റെ ഹിമേ, ഈ ആ സമയത്ത് എങ്ങനെ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഹാർട്ടിൻ്റെ മിടിപ്പ് എനിക്ക് കേൾക്കായിരുന്നു. അത്രയ്ക്കും മിടിപ്പായിരുന്നു. കോളേജിൽ പോകും വഴി പെണ്ണുകാണലിൻ്റെ വിശേഷങ്ങൾ ഹിമയുമായി പങ്കുവെക്കാണ് ഷാനി. ഒരു പെണ്ണുകാലിനാണോ ഈ എത്ര പേടിക്കണത്? അപ്പോൾ നീ നിശ്ചയം ഒക്കെ ആവുമ്പോൾ എന്താവും? എനിക്കതൊന്നും ആലോചിക്കാൻ വയ്യ മോളെ. ഞാൻ തന്നെ വിചാരിച്ച് എന്തിനാ അങ്ങനെ പേടിക്കണം എന്നൊക്കെ. പക്ഷെ മനസ്സിനൊരു ധൈര്യം കിട്ടണില്ല. ആദ്യമായിട്ടല്ലേ അതാ. അതെ, വല്ല ചെക്കന്മാരും പ്രപ്പോസ് ചെയ്യാൻ വന്നാൽ പേടിച്ച് എൻ്റെ പിന്നിലേക്ക് ഒളിക്കുന്നവളല്ലേ നീ. നിന്നിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവൂ. ചിലരൊക്കെ പറയുന്ന പോലെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് നല്ലത്. അതാകുമ്പോൾ പരസ്പരം മനസ്സിലാക്കുക. ഈ പറഞ്ഞ പേടിയൊന്നും ഉണ്ടാവില്ല. ഓ പിന്നെ ഓരോന്നിനും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടടി. സ്നേഹിച്ചവർക്ക് അവരെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ തന്നെ വിവാഹത്തിലോട്ട് എത്തണമെങ്കിൽ വീട്ടുകാരുടെ വക അടിയും വഴക്കൊക്കെ ഉണ്ടാവും. കുറേ പൊരുതി കഷ്ടപ്പെട്ട് സ്നേഹിച്ച ആൾ വിവാഹം കഴിച്ചാൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ വീട്ടുകാരൊക്കെ പറയും ഇയായിട്ട് തിരഞ്ഞെടുത്തതല്ലേ സഹിച്ചോളാൻ. അവരെ കണ്ടുപിടിച്ച തരുന്ന ആൾ നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിലേ അവരും നമ്മളൊക്കെ സന്തോഷത്തിലാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാലും വേഗം വീട്ടിൽ പറയാം. അവർ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. എല്ലാം നമ്മുടെ വിധി പോലെ നടക്കുന്നതാടേ. ലവ് ആയാലും അറേഞ്ച്ഡ് ആയാലും കിട്ടുന്ന പങ്കാളിയും ജീവനെയും സുഖമായാൽ മതി. അതുപോട്ടെ, എന്നിട്ടൊരു എന്ത് പറഞ്ഞു? ആ, ഒരു രാത്രി ഞാൻ മൂത്താപ്പാക്ക് വിളിച്ചു. ശനിയാഴ്ച പെങ്ങന്മാരൊക്കെ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരും വന്നു പോയാൽ ഇവിടുന്ന് ആണുങ്ങളൊക്കെ പോയി ബാക്കി കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന്. ആഹാ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായി നടക്കുന്നുള്ളല്ലോ. അല്ല, എനിക്ക് ചെക്കനെ ഇഷ്ടമായോടെ? കാണാൻ എങ്ങനെയുണ്ട്? എനിക്കെങ്ങനെ ഇഷ്ടമെന്നൊന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, അത്ര തന്നെ. പിന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കാണാൻ കൊള്ളാമെന്നാ ഷെയ്മയും ജെസ്സിയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ചെക്കനെ കണ്ടില്ലേടേ? കണ്ടു, പക്ഷെ ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ. എനിക്ക് പേടിച്ചിട്ട് നോക്കാൻ പറ്റുന്നില്ലടേ. അതുകൊണ്ട് തന്നെ മുഖം ഓർമ്മ കിട്ടുന്നില്ല. ഓ എൻ്റെ മോളെ, എൻ്റെ ഒരു കാര്യം, ഇക്കാലത്ത് എന്നെപ്പോലെ ഈ മാത്രമേ ഉള്ളൂ. തലക്ക് കൈ വെച്ചുകൊണ്ട് ഹിമ പറയുമ്പോൾ ഷാനി ഒന്ന് പല്ലിളിച്ച് കാട്ടി. അന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഷാനിക്കും ഹിമക്കും ഉത്സാഹമായിരുന്നു. കാരണം എക്സാമിൻ്റെ ഡേറ്റ് ആയി. അതന്നെ, ഈ എക്സാം ഒന്നും ഇല്ലാതെ എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലടി. നിരാശ നിറഞ്ഞ മുഖത്തോടെ ഹിമ പറഞ്ഞു. ആ, നടന്നു തന്നെ. നമ്മുടെ പഠിപ്പിൻ്റെ നിലവാരമൊക്കെ ഒന്ന് അറിയണ്ടേ? അതിനല്ലേ എക്സാം. മാർക്ക് ലിസ്റ്റൊക്കെ വെച്ച് അല്ലേ നല്ല ജോലിക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. ഓ പിന്നെ, എന്നിട്ട് ആളുകൾക്ക് ഈ സർക്കാർ ജോലിയൊക്കെ കിട്ടണത് വലിയ പഠിപ്പുണ്ടായിട്ടല്ലേ? എന്തായാലും എക്സാം നിനക്ക് പേടിക്കാനില്ലല്ലോ. നിനക്ക് ഫസ്റ്റ് സെമ്മിൽ അത്യാവശ്യം മാർക്കുണ്ടായിരുന്നല്ലോ. ഞാനാണെങ്കിൽ
കഷ്ടിച്ച പാസ്സായ തന്നെ. അവർ സംസാരിച്ച് ഹിമയുടെ വീടിന് മുന്നിലെത്തി. ഹിമയുടെ അമ്മ സുചിത്ര മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ല ഷാനിമോളെ, പെണ്ണ് കാണാൻ വന്നെന്നൊക്കെ ഇവള് പറഞ്ഞു. എന്തായി? അവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ആരെങ്കിലും ഇഷ്ടമായില്ല എന്ന് പറയോ? സുന്ദരി കുട്ടിയല്ലേ? സുചിത്ര ഷാനിയോടെ ചോദിച്ചപ്പോൾ ഹിമ ഷാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കല്ലേ മോളെ. വന്നവർക്കൊക്കെ ഇഷ്ടമായി. ഇനി പെങ്ങന്മാർക്ക് ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണേ. ആദ്യം ഹിമയോടും പിന്നെ സുചിത്രയോടുമായി അവൾ പറഞ്ഞു. ഇവളെ എന്തിനാ മോളെ? നിശ്ചയമൊക്കെ ആകുമ്പോൾ വന്നാൽ പോരെ? അത് വേറെ വരുമല്ലോ. എനിക്കൊരു കൂട്ടിനാ ഇവളുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. ഓളെ പറഞ്ഞയക്കണേ ചേച്ചി, ഷാനി സുചിത്രയോടായി പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ആ കാര്യം പറഞ്ഞ് സെറ്റാക്കി അവളുടെ യാത്രയും പറഞ്ഞ് ഷാനി അവളുടെ വീട്ടിലേക്ക് നടന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. പുതിയൊരു കഥയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.